നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നാട്ടികയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPI-യിൽ പൊട്ടിത്തെറി. തന്നെ ഒഴിവാക്കി ഗീതാഗോപിയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ MLA CC മുകുന്ദൻ അതൃപ്തി പരസ്യമാക്കി രംഗത്ത്. നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് CC മുകുന്ദൻ. CC മുകുന്ദനുമായി യുദ്ധത്തിനില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുകുന്ദനുമായി എല്ലാ തലത്തിലും ചർച്ച നടത്തും. മുകുന്ദന് പറയാനുള്ളത് കേൾക്കും. CPI-യിൽ പേയ്മെന്റ് സീറ്റ് ഉണ്ടാകില്ലെന്നും ബിനോയ് വിശ്വം. നാട്ടികയിലെ സീറ്റുമായി ബന്ധപ്പെട്ട് CC മുകുന്ദൻ MLA നടത്തിയ വെളിപ്പെടുത്തലുകൾ ഗുരുതരതരമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മുകുന്ദനുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയതിനെക്കുറിച്ച് തനിക്കറിയില്ലെന്നും ജോസഫ് ടാജറ്റ്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമ്പൂർണ്ണ പണിമുടക്ക് തുടരുന്നു. മിനിമം വേതനം 40,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക്. തൃശൂരിൽ പണിമുടക്കിയ നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്ന് ആറാട്ടോടെ കൊടിയിറങ്ങും. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഗുരുവായൂരപ്പനെ ഭക്തർ വരവേറ്റു. തൃശൂർ മുണ്ടൂർ സെന്ററിൽ ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. മലപ്പുറം ചെറുകര കുമ്പളക്കുഴി വീട്ടിൽ മുഹമ്മദ് അഫ്സലിന്റെ മകൻ 19 വയസ്സുള്ള മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. കുരിയച്ചിറയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. മണ്ണുത്തി സ്വദേശി റസാക്കിനാണ് പരിക്കേറ്റത്. കുരിയച്ചിറയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. മണ്ണുത്തി സ്വദേശി റസാക്കിനാണ് പരിക്കേറ്റത്. ആമ്പല്ലൂർ കല്ലൂരിലെ അപകടവളവിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചേലക്കര നിയോജക മണ്ഡലത്തിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് അനുവദിച്ച KSRTC ഓർഡിനറി ബസ് സർവീസ് ആരംഭിച്ചു. UR പ്രദീപ് MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. തൃശൂർ പബ്ലിക് ലൈബ്രറി എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ നടത്തുന്ന ദ്വിദിന പണിമുടക്ക് തുടരുന്നു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതുമായ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ നിർവഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂർ അമൃതം ന്യൂട്രിമിക്സ് കുടുംബശ്രീ യൂണിറ്റിൽ ഇലക്ട്രിക് ലൈനിൽ തീപിടുത്തം. മെയിൻ സ്വിച്ച് ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് സംവിധാനങ്ങൾ കത്തിനശിച്ചു. 3 ചാക്ക് അമൃതം ന്യൂട്രിമിക്സ് പുകയടിച്ച് ഉപയോഗശൂന്യമായി. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ എഴുത്തുകാരൻ പ്രൊഫസർ കേശവൻ വെള്ളിക്കുളങ്ങര അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ ഉദ്ഘാടനം ചെയ്തു. റാവു ബഹദൂർ VV ഗോവിന്ദൻ സ്മാരക സമാജം സംഘടനയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുന്ന പ്രഥമ പുരസ്കാരത്തിന് മുൻ MP TN പ്രതാപൻ അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ 101 കലാകാരന്മാർ അണിനിരുന്ന മേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. വെങ്കിടങ്ങ് പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം കരുവന്തലയിൽ നടന്നു. തൃപ്രയാർ കപിലാശ്രമ മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ആക്സിന് മണ്ടംപറമ്പ് യുവദർശി ജീവകാരുണ്യ സംഘടന ധനസഹായം നൽകി. യുവദർശി പ്രസിഡന്റ് NK വിജീഷിൽ നിന്ന് ആക്സ് പ്രസിഡന്റ് K നാരായണൻ, സെക്രട്ടറി PP പത്മദാസ്, ട്രഷറർ KF ഫരീദ് അലി, ജില്ലാ പ്രതിനിധി തമ്പി വർഗീസ്, പ്രവർത്തകൻ ഷഫീദ് എന്നിവർ ചേർന്ന് ഫണ്ട് ഏറ്റുവാങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14 ജില്ലകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് നെടുമൺകാവ് ഗോപാലകൃഷ്ണൻ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനാണ് ഇക്വാലിറ്റി പാർട്ടി ശ്രമിക്കുന്നതെന്നും പ്രസിഡന്റ്. BJPയുടെ ആശയങ്ങളുമായി ഒത്തുപോകാൻ തയ്യാറായി വന്നാൽ CC മുകുന്ദനെ പാർട്ടിയിലെടുക്കുമെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നും ജസ്റ്റിൻ ജേക്കബ്. പ്രതിപക്ഷ നേതാവിനെതിരായ മത്സരത്തിന് തയ്യാറായതായി CPI സ്ഥാനാർത്ഥി ET ടൈസൺ. പറവൂരിൽ മത്സരിക്കുന്നതിൽ റിസ്ക്കുണ്ട്. അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും ഉണ്ടെന്നറിയാമെന്നും ET ടൈസൺ. കൊടുങ്ങല്ലൂർ സ്വദേശിയായ യുവാവിനെ തൃശൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം വയലാർ സ്വദേശി പെട്ടിക്കാട്ടിൽ പരേതനായ ശശിധരന്റെ മകൻ 30 വയസ്സുള്ള വിതുൻ കൃഷ്ണയാണ് മരിച്ചത്. അതിരൂപത കുടുംബ കൂട്ടായ്മയുടെ ലൂർദ് ഫൊറോന കൺവെൻഷൻ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ലൂർദ് ഫൊറോന വികാരി ഫാദർ ജോസ് വല്ലൂരാൻ അധ്യക്ഷത വഹിച്ചു.
കയ്പമംഗലം പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ സക്കരിയ അവതരിപ്പിച്ചു. പാർപ്പിടം, വിദ്യാഭ്യാസം, കൃഷി, വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് ബജറ്റിൽ ഊന്നൽ നൽകി. എടത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ നടപ്പിലാക്കിയ കൂത്തുമാക്കൽ ചിറക്കൽ ചെറുപുഴ തോട് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. എളവള്ളി പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മികച്ച വിദ്യാലയങ്ങൾ തെരഞ്ഞെടുക്കുന്നതിന് പരിശോധന നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ.യു. സരിത നേതൃത്വം നൽകി. നിർഭയ നിശ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും പട്രോളിംഗ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന കെ.ആർ. വർഗീസിന്റെ നിര്യാണത്തിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി വി.എസ്. സുരേഷ് അധ്യക്ഷനായി. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി മുല്ലശ്ശേരി ഫ്രണ്ട്സ് ഓഫ് മധുക്കര ക്ലബ്ബ് ബോധവൽക്കരണ സെമിനാർ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കർഷകർക്ക് കിഴങ്ങ് വർഗ്ഗ വിള കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ.യു. സരിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാവറട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. മുരളി പെരുന്നെല്ലി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എക്സൈസ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവതീ യുവാക്കൾക്ക് സൗജന്യ PSC കോച്ചിംഗ് തുടങ്ങി. പീച്ചി വിലങ്ങന്നൂർ പട്ടികവർഗ സ്കൂളിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 4 വരെയാണ് പരിശീലനം. പദ്ധതിയുടെ ഉദ്ഘാടനം പാണഞ്ചേരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് തേനമ്പറമ്പിൽ നിർവഹിച്ചു. വെട്ടുകാട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഡോക്ടർ ആൻഡു കാഞ്ഞിരത്തിങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 15-നാണ് ഊട്ടുതിരുനാൾ. പാവർട്ടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ സമാദരണവും KG വിഭാഗം കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണിയും സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ PF ജോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. പുത്തൻപെടിക സെന്റ് ആന്റണീസ് പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പതാക ദിനാചരണം സംഘടിപ്പിച്ചു. ഫാദർ റാഫേൽ മുത്തിപ്പീടിക പതാക ഉയർത്തി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.